കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ വീടിന് പിൻഭാഗത്തായിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അദ്ദേഹം അവിടെ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നത് ഇതൊരു ആൾതാമസമില്ലാത്ത വീടാണെന്നാണ് ഞാൻ കരുതുന്നത്. അതിന് സമീപത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു കുറേ തെങ്ങുകളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ആൾതാമസമില്ലാത്തൊരു പഴയ വീട്, ആ പഴയ വീടിരിക്കുന്ന പറമ്പാണ്. അവിടെയാണ് തേങ്ങ പറക്കാനായി ഈ വയോധികൻ എത്തുന്നത്. ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഈ സ്റ്റീൽ ബോംബ് കിടന്നിരുന്നത്. ആ സ്റ്റീൽ ബോംബ് എടുത്ത് ഒരു കല്ലിലിടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് നമുക്കൊരു ഇപ്പോൾ ഇവിടെ അയൽവാസികളൊക്കെ വിവരം. എന്തായാലും വലിയ സ്ഫോടന ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ ആ സ്ഥലത്തേക്ക് ഓടിയെത്തി. ആ സമയത്ത് ഇരു കൈകളും അറ്റ നിലയിൽ ചോര ഒലിപ്പിച്ച് ഈ വയോധികൻ ഇവിടെ ഇവിടെ കിടക്കുന്നതാണ് കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല ഈ ബോംബ് പൊട്ടിച്ചെതറിയതിൻ്റെ അവശിഷ്ടങ്ങളും മറ്റും ഈ ഭാഗത്തായി ചിതറിത്തെറിച്ച് കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആളുകൾ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക്, തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ച ഉടൻ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്നും മറ്റും ഒക്കെയായി ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും ഈ സ്ഥലം ഇപ്പോൾ ഇവിടെ ഈ സ്ഥലം ഒരു പക്ഷേ ഒരു ഒഴിഞ്ഞ സ്ഥലമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നിരവധി വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലം ഇരിക്കുന്ന ഈ വീട്, ആ വീട്ടിൽ ആൾതാമസമില്ലാത്ത വീടാണ്. അവരെവിടെയാണ്, മറ്റേതെങ്കിലും വീടുകളിലേക്കാണോ താമസിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ ബോംബുകൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിച്ച് വരികയാണ്. അത്തരം പരിശോധനകളും മറ്റുമാണ് ഇപ്പോൾ ഇവിടെ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ആളാണോ നിങ്ങൾ? ഈ നാട്ടുകാരാണോ? ഓക്കെ. എന്തായാലും തൊട്ടടുത്ത ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത വീടുകളിൽ കുറച്ച് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈ പ്രദേശത്തുള്ള ആളുകളല്ല എന്നാണ് പറയുന്നത്. ഇതിന് തൊട്ടടുത്ത മറ്റുമൊക്കെയായി വീടുകളുണ്ട്. അവരോടും കൂടി നമുക്ക് ഒന്ന് നോക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.